ഹായ് ഫ്രണ്ട്സ്, സാപ്പിട മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു സിനിമയെക്കുറിച്ചുള്ള വിശേഷങ്ങളാണ്. ഏതാ സിനിമ നോക്കിക്കഴിഞ്ഞാൽ ഇന്നലെ പിന്നെ സൈരാപ്ലേ OTT പ്ലാറ്റ്ഫോം വഴി റിലീസ് ചെയ്ത പ്രാപ്പെട എന്ന് പറഞ്ഞ സിനിമയുടെ വിശേഷങ്ങളാണ്. പ്രാപ്പെട എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് പേര് വരുന്നത് ഹോക്സ് മഫിൻ എന്നാണ് സിനിമയുടെ ഒരു ഇംഗ്ലീഷ് പേര് വരുന്നത്. ഹോക്സ് മഫിൻ, പ്രാപ്പെട, പരുന്തിൻ്റെ മഫിൻ എന്നൊക്കെയാണ് ഈ സിനിമയുടെ ഒരു മനസ്സിലാക്കിയ സംഭവം. അപ്പോൾ പിന്നെ ഈ സിനിമ സംവിധാനം ചെയ്തിട്ടുള്ളത് കൃഷ്ണേന്ദു കലേശാണ്. പിന്നെ കൂടാതെ സിനിമയിൽ പ്രധാന വേഷം കൈകാര്യം ചെയ്തിട്ടുള്ളത് രാജേഷ് മാധവൻ, കേതകി നാരായൺ, നീന കുറുപ്പ്, നിതിൻ ജോർജ്, മനോജ് ജോസ്, ജയ നാരായൺ എന്നിവരൊക്കെയാണ് ഈ ഒരു സിനിമയിൽ പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്തിട്ടുള്ളത്. ഒരുപാട് ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിലൊക്കെ പ്രദർശിപ്പിച്ച സിനിമയാണ്. 2022 ആ കാലഘട്ടത്തിൽ 2022-23 ഈ ഒരു സിനിമ റിലീസ് ചെയ്തത്. അപ്പം ഇപ്പോൾ സൈനാപ്ലേ OTT പ്ലാറ്റ്ഫോമിൽ അവൈലബിൾ ആണ്. 2 മണിക്കൂറിൻ്റെ സിനിമയുടെ ദൈർഘ്യം എന്നുള്ളത് ശരിക്കും ഒരു ബുദ്ധിജീവി പടം, 101% ബുദ്ധിജീവി പടം എന്ന് പറയുക. ഈ ഒരു സിനിമയെക്കുറിച്ച് ഒരു കുന്തവും മനസ്സിലായിട്ടില്ല എനിക്ക് സത്യം പറയാൻ. 2 മണിക്കൂർ കണ്ടിട്ട് എൻ്റെ 2 മണിക്കൂർ ബുദ്ധിയില്ലാത്തത് കൊണ്ടാവാം കേട്ടോ. ശരിക്കും ഒരു ബുദ്ധിജീവി പടം. നമ്മൾ മനസ്സിലാക്കിയെടുക്കണം എന്താ സംഭവം എന്നുള്ളത്. എനിക്കൊരു ഐഡിയ കിട്ടില്ല സത്യം പറയാൻ. ഇവരെന്താണ് പറയാൻ ഉദ്ദേശിച്ചിട്ടുള്ള കാര്യം എനിക്കൊരു ഐഡിയ കിട്ടില്ല സത്യം പറയുകയാണെങ്കിൽ. ഒരു കാടിന് നടുക്കുള്ള ഒരു തറവാട് വീട്, അവിടെ ഒരമ്മ, മകള്, പിന്നെ കുറച്ച് 4-5 പണിക്കാരുണ്ടാവും. അവർ അടിമകളെ പോലെ ആയിരിക്കും 4-5 പണിക്കാരുള്ളത്. പിന്നെ ഉണ്ടാവുക ഒരു 2ാം അച്ഛനായിരിക്കും, വേറൊരു അച്ഛനുണ്ട്. അങ്ങനെ കുറച്ച് ആൾക്കാർ അവിടുത്തെ വേറെ പിന്നെ അവിടെ എന്താ പറയുക, അവരെ നോക്കാൻ പറ്റുന്ന ഒരാണുങ്ങളുടെ ഒരു മിലിറ്ററിക്കാരൻ, അങ്ങനെ കുറച്ച് ആൾക്കാരുണ്ട്. പിന്നെ അവിടേക്ക് വരുന്ന ഒരു പിന്നെ ഇവരുടെ ബന്ധുവാണെന്ന് പറഞ്ഞു വരുന്ന ഒരു കഥാപാത്രമുണ്ട്. അതുകൂടാതെ ഒരു കഥാപാത്രമുണ്ട്, മറ്റേ രാജേഷ് മാധവൻ്റെ ഒരു കഥാപാത്രമുണ്ട്. എന്താണ്, അന്യഗ്രഹ ജീവിയാണോ റോബോട്ടാണോ എന്താണെന്നുള്ളത് ഒരു ഐഡിയയും കിട്ടാത്തൊരു സംഭവമാണ്. എന്തൊക്കെയോ പറയുന്നുണ്ട് അവർ, എന്തൊക്കെയോ പറയാൻ ഉദ്ദേശിക്കുന്നുണ്ട്. പക്ഷെ എന്താണെന്നുള്ള സംഭവം എനിക്കൊന്നും മനസ്സിലായില്ല. അവരെന്താണ് ഉദ്ദേശിച്ചതെന്നുള്ള എനിക്കൊരു കാര്യം മനസ്സിലായില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെയാണ് സിനിമയെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ കണ്ടവരുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായിട്ടുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. ഈ സിനിമയെക്കുറിച്ച് കൂടുതലായിട്ടൊന്നും എനിക്ക് പറയാനില്ല, ഇത്രയേ ഉള്ളൂ. എനിക്കൊരു കുന്തവും മനസ്സിലായിട്ടില്ല സത്യം പറയുകയാണെങ്കിൽ. ഇത് നിങ്ങൾക്ക് ആർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. സൈനാപ്ലേ OTT പ്ലാറ്റ്ഫോമിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. 2 മണിക്കൂറേ ഉള്ളൂ സിനിമയുടെ ദൈർഘ്യം. 2 മണിക്കൂറുണ്ട് സിനിമയുടെ ദൈർഘ്യം എന്നുള്ളത് കണ്ടുനോക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.